നമസ്കാരം സുഹൃത്തുക്കളെ, ശ്രീരാം വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വാസ്തുവിനെ കുറിച്ച് കുറച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. എല്ലാവർക്കും ഒരു വാസ്തുവിനെ കുറിച്ച് അറിയണം എന്നില്ല. പക്ഷെ അറിയണവരാരും കറക്റ്റായിട്ട് പറഞ്ഞും കൊടുക്കണില്ല. എന്താ ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. പലരും പല വിധത്തില് വീടുകളും അപ്പാർട്ട്മെന്റും ഇതൊക്കെ പണിയുണ്ട്. പക്ഷെ ഇതിലൊക്കെ വാസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാനുള്ള ഉത്തരങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഇത് പണിയുന്നുണ്ട്. സംഭവം എന്താണെന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണ്ടേ? എൻ്റെ പേര് രമേഷ് രാജമാണിക്ക. 35 വർഷമായിട്ട് ഈ ബിൽഡിംഗ് കോൺട്രാക്ട് ആയിട്ട് തൃപ്പുരാറ് ശ്രീരാമസ്വാമി മണ്ണിലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചുരുങ്ങിയതൊരു 300ഓളം വീടുകൾ, ചെറുതും വലുതുമായിട്ട് 300ഓളം വീടുകൾ പണിതിട്ടുണ്ട്. ഇതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഓട്ടോമസിൽ തന്നെ പലരിൽ നിന്നും ശേഖരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ തരുന്നത്. നമ്മൾ അത് പണിതു കൊടുക്കുന്നത്. പക്ഷെ ഇതില് എന്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ ഇതിന് ഗുണങ്ങളായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ ആ വീട്ടിൽ താമസിച്ചോണ്ട് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. ഈ ചാനലിലെ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തില് ഞാൻ അറിയിക്കുന്ന ഒരു കാര്യമാണ് ഈ വാസ്തു. എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു വീടൊക്കെ പണി കഴിച്ച് വരുമ്പോഴേക്കും തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ വീട് പണിയൊക്കെ കഴിഞ്ഞ് താമസം കയറി 1-2 മാസം അല്ലെങ്കിൽ 1-2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങൾ മാത്രമല്ല, ഉപകാരങ്ങളും ഉപദ്രവങ്ങളും പോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തിലൊന്ന് മുന്നേറി വരണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. നമ്മളൊരു വീട് സ്വസ്ഥമായിട്ട് ജീവിക്കുക, അന്തിയുറങ്ങാനൊരു വീട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മേൽഗതിയായിട്ട് എന്തെങ്കിലും ഉണ്ടാവണ്ടേ? പക്ഷെ അതാർക്കും പലർക്കും അത് ഉണ്ടാവണില്ല. വീട് പണി കഴിഞ്ഞൊരു 2-3 വർഷമൊക്കെ കഴിഞ്ഞാൽ നല്ല ഉദ്യോഗത്തിലായി ജോലിയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ആയിരിക്കും അവര്. പക്ഷെ പെട്ടെന്ന് കീഴ്പ്പെട്ടിക്ക് വരും. അതാണ് ഓരോരുത്തരുടെ അവസ്ഥകൾ. പക്ഷെ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും സമയദോഷമാണ്. അപ്പൊ ജോത്സ്യനെ പോയി കാണും. ജോത്സ്യനെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇന്ന ദോഷമാണ്, 2 കൊല്ലം കഴിഞ്ഞാൽ കഴിയും, മാറും, വ്യത്യാസം ഉണ്ടാവും, മാറും. 2 കൊല്ലം കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ 2 കൊല്ലം 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഈ 2 കൊല്ലം 3 മാസം ഈ മനുഷ്യൻ ജീവിച്ചു പോകും. 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെടുമല്ലോ, അതാണ് അവരുടെ മനസ്സിലെ. ഈ 2 കൊല്ലം 3 മാസം വരെ ഈ ജോത്സ്യന്റെ ഈ ഒരു ഉപദേശം കൊണ്ട് ഈ മനുഷ്യൻ ജീവിച്ചു വരും. അത് കഴിഞ്ഞാലോ വീണ്ടും അതന്നെ. ഒരു 3-4 മാസം കഴിഞ്ഞാൽ വീണ്ടും തന്നെ ബുദ്ധിമുട്ടുകൾ വന്ന് ജോത്സ്യന്റെ അടുത്ത് പോകും. ഇതന്നെ. അപ്പോഴും പറയും ഇന്ന ദോഷമാണ്, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നല്ലാണ്ട് രക്ഷപ്പെടേണ്ട ഇതൊന്നും ഇല്ല. ഇതിന്റെ ഉറവിടം എവിടെയാണ്, ഇതിന്റെ സത്യം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ യൂട്യൂബിലും പല ചാനലിലും അന്വേഷണങ്ങൾ നടത്തി. വാസ്തുവിനെ കുറിച്ച് ഒരുപാട് വാസ്തു ചാനലുകളുണ്ട്, ഒരുപാട് നോക്കി. പക്ഷെ ഏതും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 വാസ്തു ഇന്റർനാഷണൽ അക്കാഡമി. അവിടെ അതിലൊരു മാസ്റ്റർ ഉണ്ട്, രവി രമണ മാസ്റ്റർ. ആളുടെ ഒരു ചാനല്, ഒരു വീഡിയോ എനിക്ക് കാണാൻ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. പക്ഷെ അതിൽ നിന്നാണ് ഞാൻ ഈ വാസ്തു എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു 2 വർഷത്തോളം ഞങ്ങള് ഓൺലൈനായിട്ടായിരുന്നു മീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതായി. ഈ അടുത്ത് കഴിഞ്ഞ ഒരു മാർച്ച് 23, 24, 25, 26 അങ്ങനെ ഒരു 5-6 ദിവസം സേലം ഏർക്കാടിൽ വെച്ച് ഞങ്ങൾക്കൊരു സെമിനാർ മാഷ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 80-85 പേരുണ്ടായിരുന്നു ഒരു ടീമായിട്ട്. ഏർക്കാട്, സേലം ഏർക്കാട്, അതായത് ഹൈ റേഞ്ച് മലയല്ലേ, താമസം കാര്യങ്ങളൊക്കെ ഒരു 5-6 ദിവസം. പകല് മുഴുവൻ ഞങ്ങൾക്ക് ക്ലാസ്. ഒരു 12 മണി 1 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ട്. കാലത്ത് 8 മണി തുടങ്ങിയാൽ 12 മണി വരെ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 85 പേര് 8-9 ടീമായിട്ട് ഞങ്ങൾ റിസർച്ചിനായിട്ട് ഇറങ്ങി.
അവിടെ ഓരോ വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഫാക്ടറികൾ, ഇങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ടീമായിട്ട് പോകും. ഞങ്ങൾ അതിൻ്റെ ഒരു ബുക്കും കാര്യങ്ങളായിട്ട് പോകും. അവരോട് നമ്മൾ കംപ്ലീറ്റ് ചോദിച്ച് മനസ്സിലാക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന അവർ ഓരോ ബിൽഡിങ്ങിനും ഓരോ കട്ടിങ്ങുകളൊക്കെ വരും. അതായത് 4 മൂലയായിട്ട് കിട്ടണം ഒരു വീടിന്റെ ഒരു ഇത് പറയുമ്പോൾ, വാസ്തു എന്ന് പറയുമ്പോൾ 4 മൂലയായിട്ട്, അതായത് ഏക്കത്തൂക്കം ഇല്ലാത്ത ഒരു അവസ്ഥ വേണം. അത് കറക്റ്റ് ലെവലായി ചതുരായിരിക്കണം, അല്ലെങ്കിൽ ചതുരം അല്ലെങ്കിൽ സമചതുരായിട്ടെങ്കിലും അത് വേണം. അല്ലാതെ ഓരോ ഭാഗത്ത് കുറച്ച് തള്ളിയിട്ട് ചില ഭാഗത്ത് കുറച്ച് അകത്ത്, ഇതൊക്കെ ദോഷങ്ങളാണെന്നുള്ളത് ഞങ്ങൾക്ക് അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അല്ലാതെ നമ്മൾ ഈ ബുക്ക് നോക്കിയിട്ട് വെറുതെ ഓരോന്ന് പറയേണ്ട ഒരു അവസ്ഥയല്ലത്. അതുകൊണ്ട് ഒരു വാസ്തു ആവില്ല. നമ്മളൊരു വാസ്തുവിലെ ഒരാൾക്ക് നമ്മളൊരു വാസ്തു പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണം. അത് അറിയണവർ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ താമസിക്കണ അവർക്ക് ദോഷം, അതിനേലും ദോഷമാണ് ഈ പറഞ്ഞു കൊടുത്ത ആൾക്ക്. ആരിത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ടുള്ള കാര്യം അതാണ്. അറിയാത്തൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കുഴിയിലിറക്കാന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ ദോഷമാണ്. നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാണ്ട് പറയാൻ പാടില്ല. ഇനിയിപ്പോൾ അനുഭവങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ. അല്ലാണ്ട് നമ്മൾ വെറുതെ അവിടെ വരച്ച് ഇവിടെ വരച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഞാൻ ആരെയും കുറ്റവും പറയണില്ല. നമുക്ക് ഓരോരുത്തർക്ക് അറിയണതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ല അല്ലാതെ എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല. എനിക്ക് അറിയേണ്ട കാര്യം ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അയൽപക്കത്ത് ഇങ്ങനെയാണ്. ഇതെല്ലാം ഈ ചാനലിൽ കൂടി എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ പ്രത്യേകിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന മെയിൻ ആളായ ആ സ്ത്രീ, അതായത് അമ്മ, വീട്ടിലൊരു അമ്മ ഉണ്ടാവുമല്ലോ, കുടുംബിനി, ഇവരാണ് മെയിനായിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ. മനസ്സിലായേ? ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അവരായിരിക്കും. വാസ്തു കുറവുണ്ടെങ്കിൽ അതിന്റെ ദോഷങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് അവരറിഞ്ഞിരിക്കണം. പിന്നെ ഓരോരുത്തർ വരും പറയും. ഇപ്പൊ ഒരു വീട്ടിലേക്ക് ആരെങ്കിലും വന്നു, വിരുന്നുകാരെങ്കിലും വന്നു ഒരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ മിക്സിയോ എന്തെങ്കിലും ഒരു സാധനം അവിടെ ഏതെങ്കിലും പാത്രം, ഈ വരുന്നവർ വാസ്തു പഠിച്ചവരല്ല വരുന്നത്. അവർ വന്നെന്താ പറയണത്, ഓ വാസ്തു നോക്കുമ്പോ നിന്റെ ഈ ഫ്രിഡ്ജ് ഇവിടെ വെച്ചത് ബുദ്ധിമുട്ടാണ് കേട്ടാ എന്ന് പറയും. മറ്റൊരാൾ വന്നാൽ പറയും ആ ഫ്രിഡ്ജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും, കഷ്ടപ്പാട് തീരുന്നു. ഒരു ഫ്രിഡ്ജിനെ എവിടെയൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റും. ആദ്യം അത് നമ്മൾ എന്താ പറയുന്നത്, ആദ്യം കുടുംബത്തിലെ സ്ത്രീകൾ മനസ്സിലാക്കണം ഈ പറയുന്നതൊന്നുമല്ല കാര്യങ്ങൾ, സത്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം ആദ്യം. അല്ലാണ്ട് ഓരോരുത്തർ പറഞ്ഞനുസരിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് പിന്നിൽ പോകാനേ നേരം ഉണ്ടാവുള്ളൂ. അല്ല, ഇപ്പൊ ഒരു വീട്, അച്ഛൻ, അമ്മ, മക്കള്, ആ വീട്ടിലിരുന്നുകൊണ്ടായിരിക്കും ആ മക്കൾ വലുതായി ഉദ്യോഗത്തിന് പോയി ജോലിക്ക് പോയി സമ്പാദിച്ച് അവർക്കായിട്ടൊരു സ്ഥലം വാങ്ങും. ഒരു 5 സെന്റ് 10 സെന്റ് സ്ഥലം വാങ്ങും. ഇവര് ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-50 ലക്ഷം രൂപയൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. ജോലിക്ക് പോയിട്ടൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ വീട് പണിത് ആള് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, മക്കളുണ്ടാവും, പുതിയതായിട്ട് ഒരു വീട് പണിയും. വീട് പണിത് താമസിച്ച് കഴിഞ്ഞാല് 100-ൽ 80% പേരും ആ വീട്ടിലെ താമസം കയറിയതിന് ശേഷമുള്ള അനുഭവങ്ങൾ നമ്മൾ അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. പുറമേ നിന്ന് നോക്കിയാൽ വലിയ വീട്, കാറുണ്ട്, എല്ലാ സെറ്റപ്പോടും ജീവിക്കുന്നു. ഇവരെങ്ങനെ ജീവിക്കുന്നു, എന്താണ് ഇവരുടെ നിലപാട്, ഇവരെന്താ വിഷമങ്ങൾ, ഈ പണിത ആളോ പ്ലാൻ കൊടുത്ത ആളോ മറ്റുള്ളവർ ആരോ അറിയാൻ ആഗ്രഹിക്കണമില്ലാരും. ഒരു വീട് പണിത് കൊടുത്തു, അവർക്ക് പൈസ വാങ്ങി കാര്യം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോണില്ല. സത്യത്തിൽ അതല്ല വേണ്ടത്. നമ്മളൊരു വീട് പണിത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കണം അവര് എങ്ങനെ ജീവിക്കുന്നു. നമ്മൾ വാസ്തുപരമായിട്ടല്ല അത് ചെയ്തു കൊടുത്തത്. നമ്മൾ കൊടുത്ത വാസ്തുപരമായിട്ട് കൊടുത്ത പ്ലാന് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, അനുഭവങ്ങളുണ്ടോ, ഇതാണ് ആദ്യം അറിയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഇല്ല, അതല്ല വേണ്ടത്. 100-ൽ 80% പേർക്കും ആ അനുഭവങ്ങൾ ഇല്ല.
അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. എഞ്ചിനീയേഴ്സ് ആയാലും കോൺട്രാക്ടേഴ്സ് ആയാലും മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ പണിയാൻ പോണ പ്ലാനായാലും പണിയാൻ പോണ വീടുകളായാലും അതിൽ കറക്റ്റ് വാസ്തു അതെന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞിരിക്കണം. അല്ലാതെ പറ്റില്ല. നമ്മളൊരു വീട് പണിത് കൊടുത്തു കഴിഞ്ഞാൽ അവര് രക്ഷപ്പെടണം, അതോടൊപ്പം നമ്മളും രക്ഷപ്പെടണം. പണിതാളും രക്ഷപ്പെടണം, പണിത് താമസിക്കുന്നവരും രക്ഷപ്പെടണം. അതാണ് ജീവിതം. അല്ലാതെ അവരെങ്ങനെ നമുക്ക് കാശി കിട്ടിയാൽ മതി, പണിതതിന് കാശ് കിട്ടിയാൽ മതി, അതല്ല. ഒരു സത്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വീട് പണിത് വാസ്തുവില്ലാത്ത ഒരു വീട് പണിത് നമ്മള് പണി കഴിച്ച് അവരെ താമസിക്കുകയും അവർക്ക് വരുന്ന ദുരിതങ്ങളിൽ കുറച്ചെങ്കിലും ഈ പണിതവർക്കും കിട്ടും. അങ്ങനെയുണ്ട്. നമ്മൾ ഒരു കുടുംബം ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു കുടുംബത്തിനെയാ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കത് ബാധകമാണ്. മനസ്സിലായില്ല? നമുക്കും കിട്ടും. അല്ല ആ കർമ്മയില് നമുക്കും പങ്കുണ്ടത്. അവരുടെ ഓരോ തലമുറ ആ കുടുംബത്തിൽ ജീവിച്ചു വരും. നമ്മുടെ തലമുറയ്ക്ക് ആ ബാധ പിന്നീന്ന് പോവില്ലത്. അത് ആദ്യം മനസ്സിലാക്കി വെക്കണത്. അതാണത് അതിന്റെ സത്യങ്ങൾ. പിന്നെ ഒരു വീട് നമ്മൾ ഫസ്റ്റിൽ തന്നെ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പറമ്പുണ്ടല്ലോ അതൊന്ന് ചെക്ക് ചെയ്യണം ആദ്യം. ഈ പറമ്പിന്റെ ഒരു പറമ്പ്, ആ പറമ്പ് അത് ഏത് ദിശയിൽ നമുക്ക് വീട് പണിയാൻ പറ്റും. തെക്ക് ഭാഗം എങ്ങനെ വീടിന്റെ, പടിഞ്ഞാറ് ഭാഗം എങ്ങനെ, കിഴക്ക് ഭാഗം എങ്ങനെ, വടക്ക് ഭാഗം എങ്ങനെ, ഈ 4 ദിശകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കണക്കാക്കിയിട്ട് പ്ലാൻ റെഡിയാക്കാൻ പാടുള്ളൂ. പിന്നെ ഓരോ റോഡിന്റെ കുത്തുണ്ട്, അതായത് ദൃഷ്ടി കുത്ത് എന്ന് പറഞ്ഞിട്ട് ഓരോ വീട് നമ്മളിപ്പോ ഒരു കിഴക്കുന്നൊരു റോഡിന് നേരെ നമ്മുടെ എതിര് വരുന്നുണ്ട്, നമ്മുടെ അതിന്റെ നേരായിട്ട് നമുക്കൊരു പറമ്പുണ്ടെന്ന് വെച്ചോ. എല്ലാ 180% അല്ലെങ്കിൽ 100% ആൾക്കാർക്കും അവിടെ നിന്ന് വരുമ്പോ ഈ വലിയ വീടായിട്ട് നമുക്ക് നിൽക്കണം, ഒരു ഇതായി കിട്ടണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഈ റോഡ് വരുന്നത് നേരെ വരുന്ന ഈ വീടിന്റെ റോഡ് ദൃഷ്ടി കുത്ത വരിക. അത് ഓരോ ദിശയ്ക്ക് ഓരോ ദുരിതങ്ങളുണ്ടത്. ഓരോ ദിശ, എല്ലാ ദിശയും പറഞ്ഞല്ലേ, കിഴക്കുന്ന് വരുന്ന റോഡ്, വടക്കുന്ന് വരുന്ന റോഡ്, തെക്കുന്ന് വരുന്ന റോഡ്, പടിഞ്ഞാറുന്ന് വരുന്ന റോഡ്. ഈ ദിശ നോക്കിയിട്ട് വേണം വീട് പണിയാനും വീടിന്റെ ഫ്രണ്ട് ഡോറ്, മെയിൻ ഡോറ് വെക്കാനും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് പറയണമെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും സുഹൃത്തുക്കളെ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇതെല്ലാം ശ്രദ്ധിച്ച് പണിയാൻ നോക്കുക. 10-50 ലക്ഷം രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ. ഈ 60 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിത് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുന്നതിലും ഭേദമില്ല നല്ലൊരു വാസ്തുവിനെ നോക്കി വീട് പണിത് സുഖവും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡില് ഓരോ ദിശകളെ പറ്റിയും ഓരോ ദുരിതങ്ങളെ പറ്റിയും ആ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓരോ വീടിന്റെ ഓരോ ദിശയിൽ എന്തെന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ വരാവുന്ന അസുഖങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഓരോന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ ചാനൽ, ശ്രീരാം വാസ്തു ചാനൽ മുടങ്ങാതെ കണ്ട് കാര്യങ്ങൾ ഭംഗിയാക്കുക. സുഹൃത്തുക്കളെ, എനിക്ക് മെയിനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഈ ചാനൽ കണ്ട് അന്ന് തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ വീടുകളിലെ കിഴക്ക് ഭാഗം, വടക്ക് ഭാഗം, വടക്ക് കിഴക്ക് ഈ ഭാഗങ്ങളിൽ ജനലുകൾ ഉണ്ടെങ്കിൽ കാലത്ത് ഒരു 6 മണി മുതൽ ഒരു 8:30 വരെ ഒരു വീടിന്റെ ജനലുകളെല്ലാം ഒന്ന് തുറന്നിടാം. പ്രത്യേകിച്ച് പറയാണ്, ചില വീടിനുള്ളിലേക്ക് സൂര്യരശ്മികൾ വരട്ടെ. ആർക്കെങ്കിലും ആ വീട്ടിലെ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു മാനസികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജനാലകൾ തുറന്നിട്ട് 10 ദിവസം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും.
നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങൾ ഈ 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ചില വീടുകളിലെ എല്ലാ ഭാഗത്തും ജനലുണ്ടാവും, എല്ലാ ഭാഗത്തും. ഒരു റൂമില് രണ്ട് ജനല്, 3 പാളി 4 പാളി ജനല് എല്ലാ വീട്ടിലും ഉണ്ടാവും. പക്ഷെ ഈ ജനല് വെച്ച സമയത്ത് തുറന്നല്ലാണ്ട് പിന്നീട് തുറക്കാൻ ഇല്ല. അതുമല്ല, കംപ്ലീറ്റ് കർട്ടൻ ഇട്ടിട്ട് ജനൽ കംപ്ലീറ്റ് മറച്ച് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പറഞ്ഞാല് ഉച്ച നേരത്തെ കയറണമെങ്കിൽ തന്നെ ലൈറ്റ് കണ്ട് വരും. അത് ഏറ്റവും വലിയ ദോഷം. എന്നുവെച്ചാല് അങ്ങനെ ഒരു വീട് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളായാലും അമ്മമാരായാലും ഈ വയസ്സായവരായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ചില സൂര്യരശ്മിന്റെ അകത്തേക്ക്, വീടിന്റെ അകത്തേക്ക് വരെ വന്നാൽ തന്നെ ഒരു എനർജിയാണ്. ഇത് നിങ്ങളൊരു 10 ദിവസം ചെക്ക് ചെയ്ത് നോക്കും. ബാക്കി തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ എത്തിക്കും. ഞാനത് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടണം. ഇതൊന്ന് പഠിച്ച എനിക്ക് മാത്രം ഇത് ഉപകാരപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മളിത് എല്ലാവർക്കും നമ്മളൊരു ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് പകർന്നു കൊടുക്കണം, എല്ലാവർക്കും പകർന്നു കൊടുക്കണം. അല്ലാതെ നമ്മള് പഠിച്ചത് നമുക്ക് മാത്രം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം ചെയ്തുകൊണ്ട് കാര്യമാവില്ല. എല്ലാവരും അറിയണം, എല്ലാവർക്കും അത് ഗുണങ്ങൾ കിട്ടണം. മനസ്സിലായില്ലേ? ഇതിപ്പോ ഇനിയിപ്പോ അടുത്ത് നമ്മൾ പറയാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വീടുകളുടെ ദോഷങ്ങൾ പറയാൻ പോണത്. അവർക്ക് ഇപ്പൊ നമ്മുടെ കൂടെ ഷാനവാസുണ്ട്, ചന്ദ്രനുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വീടിനെ കുറിച്ച് നിങ്ങൾ ഒരു വീടിന്റെ കട്ടിങ് ഒരു 4 സ്ക്വയർ അല്ല എന്റെ വീട്, നിങ്ങൾ പറയാം നിങ്ങളുടെ വീട് 4 സ്ക്വയർ അല്ല, എന്റെ ആ കിഴക്കേ മൂല കുറച്ച് ഉള്ളിൽ തള്ളിയിട്ടാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് മൂല കുറച്ച് ചാടിയിട്ടാണ്. അങ്ങനെ ഓരോ ഇത് പറയും. തെക്ക് ഭാഗത്ത് കുറവാണ്, കറക്റ്റ് ആയിട്ടില്ല. ഇതൊക്കെ ഓരോ ദുരിതങ്ങൾക്ക് വഴിവെക്കുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത ചാനൽ, അടുത്ത ഓരോ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഒരു തെക്ക് ഭാഗത്ത് ഒരു കട്ടിങ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടോ നിങ്ങൾ കണ്ടിട്ടോ അല്ലേ ഈ പറയണത്. ഇപ്പൊ ഓരോ ദോഷങ്ങളുള്ള വീട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു വാസ്തു ഇതിന്റെ കൊണ്ടുവരേണ്ട കാര്യം നിങ്ങൾക്ക് വരുന്നില്ല. അഥവാ അവര് വരികയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കണം, ഇന്ന ഭാഗത്ത് നിന്നൊരു കുറവുണ്ടല്ലേ ഞങ്ങൾക്ക് വാസ്തു ഇതിന്റെ, അതിൽ വല്ല ദോഷമുണ്ട് ചോദിക്ക്. ഞാനീ പറയുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടെത്ത്. അതാണ് വേണ്ടത്. അല്ല നമ്മള് ജീവിച്ചത് കൊണ്ടൊന്നും ഒരു വീട്ടിൽ താമസിച്ച് ജീവിക്കാൻ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അല്ലാണ്ട് പിന്നെ എന്ത് ജീവിതം? ഉണ്ടാ അതിലെന്തെങ്കിലും സത്യമായ കാര്യങ്ങൾ ഉണ്ടായില്ല. സന്തോഷം സമാധാനമായിട്ട് വേണം ചെയ്യാൻ. പണമല്ല കാര്യം, മനസമാധാനം. ഒരു വീട്ടിലെ ഫാമിലി, കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയൊരു അതല്ല അതിന്റെ ശരി. പണം വരും പോവും. എല്ലാ വലിയ വീട്ടുകാരും പണക്കാരല്ല, എല്ലാ ചെറിയ വീട്ടുകാരും പാവങ്ങളും അല്ല. അപ്പൊ നമ്മളങ്ങനെ ആഗ്രഹിക്കണ്ട. ജീവിക്കുന്നിടത്തോളം കാലം സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. എന്തെങ്കിലും വാസ്തു വീടിന്റെ, നമ്മളിപ്പോ ഒരു വീട് പണിത് പോയിട്ടുണ്ടാകും, വാസ്തു കുറവുണ്ടാകും, അത് നികത്തി ലെവലാക്കി നല്ല നിലയ്ക്ക് ജീവിക്കാൻ നോക്കുക, അസുഖങ്ങളില്ലാണ്ട് ജീവിക്കാൻ നോക്കുക. അല്ല, ഇപ്പൊ അങ്ങനെ വാസ്തുവിദ്യയില് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അത് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ പൊളിച്ചു കളയേണ്ട കാര്യമില്ല. അല്ല, അത് എന്ത് ദോഷങ്ങളും മാറ്റി കൊടുക്കാൻ പറ്റും. എവിടെയാ കുറവാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. എന്റെ ദോഷങ്ങൾ മാറ്റി കൊടുക്കാൻ, ദോഷങ്ങൾ മാറ്റേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ വീടിന്റെ ദോഷത്തിനായിട്ട് വാസ്തു കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു അമ്പലത്തിൽ പോകാനോ ഹോമം നടത്താനോ വഴിപാട് നടത്താനോ ഞാൻ പറയണില്ല. അതിന്റെ ആവശ്യമില്ല. ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചതുരം അല്ലെങ്കിൽ സമചതുരം, ഇത് കറക്റ്റ് ആയിരിക്കണം. അത് ഏറ്റത്തൂക്കങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആ ദോഷങ്ങൾ വരിക. അത് നമ്മൾ ക്ലിയർ ചെയ്യുക. ഈ ഒരു വീടിന്റെ 4 ചുമര മദർവാൾ എന്നാ പറയാ. അതായത് അമ്മയാണിത്. വീടെന്ന് പറയുന്നത് അമ്മയാണ്. ഈ ഭിത്തി മദർവാളാണ്. അതായത് നമ്മളൊരു ഒരു വീടിന്റെ ഇത് കുറ്റിയടിച്ച്, വീടിന്റെ പ്ലാൻ വാങ്ങി കുറ്റിയടിച്ച് അതിലൊരു വാസ്തു പുരുഷൻ വന്ന്
സ്ഥാനം വെക്കും. മനസ്സിലാവണ്ട, വാസ്തുപുരുഷൻ സ്ഥാനം വെക്കും. അത് അത് ഓരോ നമ്മുടെ ശരീരം നോക്കുക. നമ്മുടെ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങൾ എന്തെല്ലാം ഉണ്ട്, ഇത് തന്നെ ആ വീടിനുണ്ട്. വീടിന് ജീവനുള്ളതാ, ആ വീടിനുണ്ട്. ആ വീടിന്റെ ആ ഓരോ ഏതെങ്കിലും അവയവങ്ങൾക്ക് നമ്മൾ വെട്ടുപെട്ട്, അതായത് കുറവാക്കി, അത് കൂട്ടി ഇതൊക്കെ പണിത് വരുമ്പോ അതിനെ ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കണം. ആ, അത് നമ്മൾ ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തിട്ട് നോക്ക്. എന്റെ അനുഭവത്തില് ഇന്ന് വരെ ക്ലിയർ ചെയ്തവരാരും വിഷമിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. അങ്ങനെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ വാസ്തുവിലുണ്ട്. വീടിന്റെ ഗേറ്റിന്റെ, ഞാൻ ആദ്യം പറഞ്ഞ വഴിയുടെ ദിശകള്, ഇതിനെല്ലാം ഉണ്ട്. നമുക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനല് തുടർന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തർക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. നിർബന്ധമായിട്ട് കാണണം ഈ ചാനൽ. നിർബന്ധമായിട്ട്. അതായത് ഈ ദോഷങ്ങളുള്ളവരുടെ കണ്ണിലായിരിക്കും ഈ ചാനൽ പോയി പെടുക. അതാണ് അങ്ങനെ സത്യം. അതാണ് അതിന്റെ ഈ ദോഷങ്ങൾ നമ്മൾ ഏത് വീട്ടിലുള്ളത് അവരുടെ കണ്ണിൽ ഇത് പെടും. എന്റെ മൊബൈൽ നമ്പർ ഞാനുണ്ടല്ലോ 2006 എടുത്ത മൊബൈൽ നമ്പർ എന്റെ. പക്ഷെ ഈ ചാനലിൽ ഞാൻ എന്റെ ആ നമ്പർ കൊടുക്കണില്ല. പുതിയൊരു നമ്പർ ഞാൻ ഇന്നത് ഓപ്പൺ ചെയ്യാം. എന്നുവെച്ചാൽ ആ നമ്പർ, ആ കോണ്ടാക്ട് നമ്പറായിട്ട് 2000 പേരോളെങ്കിലും കാണും. പക്ഷെ അതിലൊന്നും ആയില്ല. ഇത് പുതിയൊരു നമ്പർ ഈ വീഡിയോ ഇറങ്ങി. ആർക്കെല്ലാം ഇതില് ഭാഗ്യമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദോഷങ്ങളുള്ളവർക്ക്, നന്നാവാൻ യോഗമുള്ളവർക്ക് ഈ ചാനൽ ആ കണ്ണിൽപ്പെടും. അവർക്ക് സ്വന്തമായിട്ട് തന്നെ അവർക്ക് മാറ്റാൻ പറ്റും. അവർക്ക് സ്വന്തമായിട്ട് മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ താങ്കളെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്പർ കൊടുക്കാം. ആ നമ്പർ കൊടുക്കും. നമ്പർ ഉണ്ട്, കോണ്ടാക്ട് നമ്പർ ഉണ്ട്. കോണ്ടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിലൂടെ പ്ലാൻ അയച്ചു തരാണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ലെവലിലേക്ക് കൊടുക്കാൻ പറ്റും. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതിലെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.